താരപ്രഭയുടെ ഭാരമില്ലാതെ മലയാളത്തിന്റെ നല്ല നടനായി. തിരുവനന്തപുരത്ത് പ്രൊഫസർ ആർ നരേന്ദ്രപ്രസാദിന്റെ നാടകകളരിയായ നാട്യഗ്രഹത്തിലൂടെയാണ് അഭിനയ തികവ് നേടുന്നത്. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റാടിയിലൂടെയാണ് മുരളി മലയാള സിനിമയിൽ അരങ്ങേറുന്നത്. ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയില്ല. പിന്നീട് അരവിന്ദൻ സംവിധാനം ചെയ്ത ചിദംബരമാണ് റിലീസ് ചെയ്ത ആദ്യ ചിത്രം. മീനമാസത്തിലെ സൂര്യൻ, പഞ്ചാഗ്നി എന്നീ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ മുരളിക്ക് ലഭിച്ചു. വില്ലൻ സങ്കല്പങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ പ്രകടനമായിരുന്നു പഞ്ചാഗ്നിയിലെ മുരളിയുടെ വേഷം. ചുമ്മാ നാട്യങ്ങളാ, നിന്റെ ആവശ്യം എനിക്കറിയാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്നവൾക്ക് കനിവ് തോന്നി കുറച്ച് കാമം അല്ലേ? മുരളി പ്രധാന വേഷത്തിലെത്തിയത് ജോർജ് കിത്തു സംവിധാനം ചെയ്ത ആർദ്രത്തിലൂടെയായിരുന്നു. ഇമേജിനെക്കുറിച്ച് തീരെ ആകുലപ്പെടാത്ത മുരളി നെടുമുടി വേണുവിനെയും ഗോപിയെയും പോലെ ഏതു കഥാപാത്രത്തെയും അനായാസം കൈകാര്യം ചെയ്തു. ധനം, ആകാശദൂത്, അമരം, ദ കിങ്, ചമ്പക്കുളം തച്ചൻ, ദ ട്രൂത്ത്, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, നെയ്ത്തുകാരൻ, പുലിജന്മം, ആധാരം, ചമയം, പത്രം തുടങ്ങി നിരവധി ചിത്രങ്ങൾ മുരളിയിലെ അഭിനയ പ്രതിഭയിൽ തിളങ്ങി. 1992 ആധാരത്തിലെ അഭിനയം മുരളിക്ക് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം സമ്മാനിച്ചു. 1997 കാണാക്കിനാവിലൂടെ വീണ്ടും സംസ്ഥാന അവാർഡ്. 1999 താലോലത്തിലൂടെ മികച്ച നടൻ. ആ വർഷം അഗ്നിസാക്ഷിയിലെ അഭിനയത്തിന് രജത് കപൂറും മുരളിക്കൊപ്പം സംസ്ഥാന അവാർഡ് പങ്കിട്ടു. 2002 നെയ്ത്തുകാരനിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് മുരളിയെ തേടിയെത്തി. 8 തമിഴ് സിനിമകളിലും 1 തെലുങ്ക് സിനിമയിലും അഭിനയിച്ച് മുരളി മലയാളത്തിന് പുറത്തേക്കും വളർന്നു. ഹൃദയത്തിൽ തൊടുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ചാണ് മുരളി അരങ്ങൊഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മനോരമ ന്യൂസ്.